ഫിലിം എന്ന് പറയുന്നതും ഡയറക്ഷൻ എന്ന് പറയുന്നതും ഒരു പ്രഡിക്റ്റീവ് ജോബല്ല. ഇപ്പം 9 to 5 ജോബല്ല, ഇന്ന സമയത്ത് തീരും എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആൻഡ് ദർ ആർ സോ മെനി വുമൻ ഹു വിഷ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി ഓൾസോ. സോ അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ, വാട്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ പാർട്ട്ണർ, അവരിത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നു. ഹാവ് യു ഹാഡ് ടു ഗോ ത്രൂ ഓൾ ദിസ് ഫേസ്? Oh yes, and my answer at that time and now is the same thing, that എൻ്റെ ലൈഫിലെ ഡിസിഷൻസ് ഞാൻ I have to be true to myself rather than some future partner sitting somewhere. ഞാൻ എന്താണെന്നുള്ള കൃത്യമായ ധാരണ എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഫ്യൂച്ചർ പാർട്ട്ണറിന് അതിൽ മനസ്സിലാവുള്ളൂ. ഇന്നിപ്പോൾ വെൻ മൈ പാർട്ട്ണർ അങ്ങേയറ്റം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് ഹീസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഹീസ് വിത്ത് മൈ സൺ, then that is the understanding that he's developed from when he's gotten to know me. അല്ലാതെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് ഞാൻ ഇപ്പം തന്നെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ it doesn't work. You have to be also happy at the end of the day. എത്ര ഫ്രെയിംസിനകത്ത് നമ്മൾ ഒതുങ്ങിയിരിക്കും. അപ്പോൾ അവനവൻ്റെ ഒരു പൊട്ടൻഷ്യലിലേക്ക് മാക്സിമം വളരാൻ നമ്മൾ ശ്രമിക്കണം. ആൻഡ് ഈ ഫ്യൂച്ചർ പാർട്ട്ണർ എല്ലാവരും നമ്മുടെ ഗോൾ ഇൻ ലൈഫ്. That may happen, may not happen. മാരേജ് എന്ന് പറയുന്ന കാര്യം പോലും യൂണിവേഴ്സൽ അല്ല, നോ മോർ, റൈറ്റ്? അപ്പോൾ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കുക കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് തീരുന്നു എന്നുള്ളതല്ലല്ലോ ലൈഫ് ഗോളായിട്ട് നമുക്ക് അത് വെക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ഒരു ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിലേക്ക് റൈസ് ചെയ്യുന്നതായിരിക്കണം. ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യം തന്നെ, അതൊരു റിലേഷൻഷിപ്പാണ്, അതൊരു ലൈഫ് ലോങ് എഫേർട്ടും കൂടിയാണ്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയാണ്. പക്ഷേ you have to be true to yourself first. I've always believed in that. Okay. Coming back to your career, ഒരു calm and composed ആയിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ, വെരി ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു അഞ്ജലി മേനോനെയാണ് നമുക്കൊക്കെ അറിയാവുന്നത്. വൈ ഡിഡ് യു ചൂസ് ഡിറക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിങ്? ഒരു സുന്ദരി കുട്ടിയെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഷീ വുഡ് ബിക്കം, and you were into dance and music and all those things. So first of all, I'm not always calm and composed. Really, I'm not. When I'm in a situation like this, there's no reason to get irritated. So I'm calm. But acting ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ശരിക്കും it's not about the looks or it's not about dance or music or anything. Acting is a very complex process where you're internalizing emotions and you're able to be inside out. അത് വളരെ ഒരു വലിയൊരു കഴിവാണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. So I have no such talent, zero talent in that area. So it's never something I can do. If I could act, I would maybe have an easier life. But point is, it doesn't excite me at all. I've always been keen to direct. ഇപ്പോൾ ഈവൻ വൈൽ വർക്കിംഗ് ഇൻ സ്കൂൾ ആൻഡ് കോളേജ് ആൻഡ് നമ്മൾ പ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആക്ടിങ് എടുക്കുന്നത് ഓൺലി ആ ട്രൂപ്പിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് മാത്രമാണ്. അത് കയറി കഴിഞ്ഞാൽ ഐ എം ജമ്പിങ് ഇൻ ടു ഡിറക്ഷൻ. സോ ദാറ്റ്സ് മൈ നാച്ചുറൽ തിങ്. ദാറ്റ് ഇസ് വാട്ട് ഗിവ്സ് മീ ദ ഹൈ. അല്ലാതെ നോട്ട് പെർഫോമൻസ് ഡസൻറ്റ് ഗിവ് മീ ആസ് മച്ച് ഓഫ് എ ഹൈ. It's അത് ആസ് എ ഡാൻസർ ഐ ഹാവ് പെർഫോംഡ്, ബട്ട് ബിയോണ്ട് ദാറ്റ് എനിക്ക് അതൊരു ആവേശത്തോടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഐ എം ഫാർ മോർ ഗിയർഡ് അപ്പ് വെൻ ഐ എം ഡയറക്ടിങ്. സോ ഫോർ മീ ദാറ്റ്സ് ദ നാച്ചുറൽ ചോയ്സ്. ഒരു പെർഫോമൻസിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ആക്ടേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ആക്ടേഴ്സിനോട് കൺവേ ചെയ്യുന്നത്? എന്താണ് how will you convey to the people that this is what I want? That is communication, right? Communication is one thing. Secondly, ഞാനൊരു ആക്ടറോട് പറയുന്നത് this is what I want എന്നല്ല. It's not like a grocery list, right? That I want this എന്ന് പറയുന്നത്. നമ്മളെ അവരെ ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മുടെ കഥാപാത്രമാണ്. വാട്ട് ഈസ് എ കഥാപാത്രം? ആ കഥ പറഞ്ഞു പോകുന്നത് ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. അതാണ് കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ടറെ നമ്മൾ ക്ഷണിക്കുകയാണ്, വരൂ, പ്ലീസ് ലെറ്റ് മീ സെൻഡ് മൈ സ്റ്റോറി ത്രൂ യു. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതൊരു കൊലാബറേഷനാണ്. അല്ലാതെ എനിക്കിത് എക്സ്പ്രഷൻ നമ്പർ 4 വേണം എന്നല്ലല്ലോ അവരോട് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് അവർ കയറി വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു പ്രോസസ്സും അവരുടേതായിട്ടുള്ള രീതിയിലും ആ ഒരു ക്യാരക്ടർ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതും എൻ്റെ ഡയറക്ഷൻ പ്രകാരവും എല്ലാം ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോഴാണ് അതൊരു ക്യാരക്ടറായി വരുന്നത്. സോ ജസ്റ്റ് ലൈക്ക് ഐ എം കോൺട്രിബ്യൂട്ടിങ്, ദേ ആർ ഓൾസോ കോൺട്രിബ്യൂട്ടിങ്. ഓക്കെ. ഞങ്ങളെപ്പോഴും മീഡിയയിൽ കണ്ടിട്ടുള്ള അഞ്ജലി മേനോൻ ഇസ് എ വെരി സോഫ്റ്റ് പേഴ്സൺ. How are you as a director?
ആ ഒരു You should ask the taste. actors that. And I think with the actors, I'm fairly soft because I think actors അങ്ങനെ ഒരു സ്പേസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. Okay. എന്നുവെച്ചാൽ പലപ്പോഴും എൻ്റെ ഒരു താല്പര്യം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. എന്നുവെച്ചാൽ അവർ അത്രയും അവരുടെ ബോഡിയും മൈൻഡും നമുക്ക് തന്നിട്ടുള്ള ഒരു വർക്കാണല്ലോ. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുമ്പോഴാണ് അവർ ഫ്ലറിഷ് ചെയ്യുക. അപ്പോൾ എന്ത് സ്ട്രെസ് വരികയാണെങ്കിലും അത് അവരുടെ അടുത്തേക്ക് എത്താതെ നോക്കുക, അവരെ ഒരു ഇൻസുലേറ്റഡ് സ്പേസിൽ വെക്കുക, അവരെ കുട്ടികളെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ലെറ്റ് ദം ഹാവ് എ ഗുഡ് ടൈം. So whatever stress I have, I cannot take it to them. I cannot display it in front of them. I try to keep it apart. But with my crew, I'm quite a demanding person. I'm quite pushy, and I need a crew that will jump when I'm jumping. അപ്പോൾ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ക്രൂ ആയിരിക്കണം. So it's not easy to work with me, when you're on my crew. Because that is a far more demanding job, and I can be very, very specific about what I want from them. And അതിലുള്ള പ്രെപ്പും കാര്യങ്ങളൊക്കെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെയധികം മെറ്റിക്കുലസ് ആയിട്ടുള്ള ശരിക്കും ഹാർഡ് വർക്കാണ്. ലോങ് അവേഴ്സ് ആൻഡ് എവ്രിതിങ്. സോ ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു കുഷനിങ് ഒരിക്കലും എൻ്റെ ക്രൂവിന് കിട്ടുന്നില്ല. എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് ഒരു സേഫ് പ്രൊഫഷണൽ എൻവയറമെന്റ് ടു വർക്ക് ഇൻ ആൻഡ് ഫുൾ റെസ്പെക്ട്. There's dignity to your work. But beyond that, I'm extremely demanding with my crew. Yes. Okay. ഇപ്പോൾ ഇത്രയും പറഞ്ഞു. So how are you as a mother? Are you a very strict mother, or ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര I think midway somewhere, because my son keeps saying that he's glad that I'm not terribly strict. Okay. But there are certain areas I think it's important. Age ആണല്ലോ, where ആദ്യത്തെ കുറേ വർഷങ്ങൾ I really think children should not be over disciplined or anything. I'm somebody who really advocates going with the child. But if my son is 11. Okay. So I think this is a time when you have to be strict and you have to have certain limits drawn and boundaries drawn, and then they understand and they're able to grow accordingly. Okay. I think that's quite an important thing. Son in the growing up stage, have you had to miss a lot of important parts, like for direction അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ attention പോകുമ്പോൾ did you have to miss a lot of? I've done very little work during these growing years. Okay. These first 10 years, I've only made Bangalore Days and Kude. These are the only 2 films I did in these 10 years, actually. And our time, Bangalore Days, the entire thing from script to screen actually took us 6 months. Our 6 months, though he used to live with me, every night I'm with him, ആ ഒരു ടൈമിലുള്ള മൈൽ സ്റ്റോൺസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം മോന് 2 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെയാണ്. വെരി സ്വീറ്റ് ഏജ്. ഇപ്പൊ കൂടെ ആ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ I miss that age of his, But and I am somebody who carries a lot of guilt. Okay. അങ്ങനെ മോൻ്റെ അടുത്ത് മാറി നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് ഗിൽറ്റ് അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ വേറെ I never hand over the responsibility. ഇപ്പം അങ്ങനെ ഒരു ഹയർഡ് ഹെൽപ്പോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുത്തിട്ടില്ല. മോനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബിൻ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അതല്ലാതെ വെൻ ഐ എം നോട്ട് അറ്റ് വർക്ക് then it's him and me. Okay. It's just us. So it's never that he's with somebody who's a governess or a nanny. No. Nothing. I am a hands-on mom, full on, and I cherish every bit of it. Okay. So അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്.